രാധേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നാഹം വസാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേന ച മദ്ഭക്താ യത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. പത്മപുരാണത്തിനകത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയാണ്, അല്ലയോ പ്രിയപ്പെട്ട നാരദരെ, ഞാൻ വൈകുണ്ഠത്തിലല്ല വസിക്കുന്നത്, ഞാൻ യോഗികളുടെ ഹൃദയത്തിലുമല്ല വസിക്കുന്നത്. എന്നെ അനന്യ ശരണം പ്രാപിച്ചിട്ടുള്ള എന്റെ സാധുക്കളായ പാവപ്പെട്ട എന്റെ മക്കൾ, എന്റെ ഭക്തന്മാര് എവിടെ ഇരുന്നു കൊണ്ടാണോ എന്റെ തിരുനാമത്തെ ജപിക്കുകയും കീർത്തിക്കുകയും സ്തുതിക്കുകയും എന്നെ കുറിച്ച് പറയുകയും ചെയ്യുന്നത്, അവിടെയാണ് ഞാൻ പ്രത്യക്ഷമായിട്ട് അധിവസിക്കുന്നത് എന്ന് കൃഷ്ണൻ ഇവിടെ വ്യക്തമായി പറയുകയാണ്. എന്നാൽ ഭഗവാൻ വൈകുണ്ഠത്തിലുണ്ട്, യോഗികളുടെ ഹൃദയത്തിലുമുണ്ട്, സർവ ജീവാത്മാക്കളുടെയും അകത്തും പുറത്തും ഭഗവാനുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള സർവ്വതിന്റെയും സൃഷ്ടികർത്താവ് ഭഗവാൻ മാത്രമാണ്. സർവ ചരാചരങ്ങളും ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഭഗവാൻ പറയാണ്, നമ്മൾ എവിടെ വന്നാലും ശരി, അത് വൈകുണ്ഠത്തിൽ ചെന്നാലും ഗോലോകത്തിൽ ചെന്നാലും ഈ ബ്രഹ്മാണ്ടത്തിലെ ഏതൊരു ധാമത്തിൽ ചെന്നാലും നമ്മുടെ ഹൃദയശുദ്ധിയോടെ നമ്മുടെ ഹൃദയത്തില് ആ ഭഗവാനെ നിറച്ച് സർവ ജീവാത്മാക്കളും ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ കുട്ടികളാണ് എന്ന പരമാർത്ഥ സത്യം മനസ്സിലാക്കി എളിമയും വിനയത്തോടും കൂടെ അഹങ്കാരമോ ഞാനെന്ന ഭാവമോ ഇല്ലാതെ സർവ്വതിനെയും നിന്ദിക്കാതെ സർവ്വതും കൃഷ്ണൻ ഇച്ഛയാൽ മാത്രമാണ് സംഭവിക്കുന്നത് എന്ന സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയശുദ്ധിയോടെ നമ്മള് വളരെ വിനയത്തോടും എളിമയോടും കൂടെ ഭഗവാനെ വിചാരിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നത് എവിടെയായാലും അവിടെ നമുക്ക് ഭഗവാൻ പ്രത്യക്ഷനാകുമെന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തില് ഏതൊരു സ്ഥലത്തിരുന്നു കൊണ്ടും ഒരു ജീവന് ഭഗവാനെ ഭജിച്ച് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഒരു ജീവന് എവിടെ പോവാൻ സാധിച്ചില്ല എങ്കിലും എവിടെ ഇരുന്നു കൊണ്ട് കൃഷ്ണനെ ഭജിക്കുകയും പൂജിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ഇടം, അത് ഭഗവാൻ ഗോലോകം വൈകുണ്ഠം വൃന്ദാവനമാക്കി മാറ്റുന്നു. അത് തന്നെയാണ് ഒരു ജീവന്റെ വൈകുണ്ഠം വൃന്ദാവനം ഗോലോകം. അതുകൊണ്ട് നമ്മള് വൈകുണ്ഠത്തിൽ പോയാലും ഗോലോകത്തിൽ പോയാലും ബ്രഹ്മാണ്ടത്തിലെ ഏതൊരു സ്ഥലത്തിൽ ചെന്നാലും എല്ലാ ജീവന്മാരും ഭഗവാന്റെ കുട്ടികളാണ് എന്ന വിചാരത്തോടെ ഒന്നിനെയും നിന്ദിക്കാതെ വളരെയധികം വിനയത്തോടും എളിമയോടും കൂടെ എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് മനസ്സിലാക്കി ആ ഹൃദയശുദ്ധിയോട് നമ്മൾ ഭഗവാനെ വിചാരം ചെയ്താൽ മാത്രമേ നമുക്ക് എവിടെ പോയാലും ഭഗവാനെ കാണാനും ദർശിക്കാനും അത് അനുഭവവേദ്യമാക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കൃഷ്ണൻ സർവവ്യാപിയാണ്, സർവസ്ഥലത്തും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാ ജീവന്മാരും അവനവന് കഴിയുന്ന രീതിയിലുള്ള ഭഗവത് സേവകൾ ചെയ്ത് അവനവന് ഭഗവാൻ തന്നിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്ത് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഭഗവാൻ അനുവദിക്കുമ്പോൾ നമ്മൾക്ക് കഴിയുന്ന ഇടങ്ങളിലെല്ലാം പോയി ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കാനും ഭഗവാന്റെ ദിവ്യസ്ഥലങ്ങൾ ദർശിക്കാനും അതുവഴി അവിടെയൊക്കെയുള്ള ഭക്തന്മാരുമായിട്ട് അവരൊക്കെ കാണാനും വന്ദിക്കാനും നമസ്കരിക്കാനും ഒക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിക്കുകയും എന്നാൽ പിന്നീട് തനിക്ക് ഭഗവാൻ തന്ന ആ ഒരിടത്തിരുന്ന് തന്നെ ഭഗവാന്റെ സേവ ചെയ്ത് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്ത് അവിടം ഗോലോകവും വൈകുണ്ഠവും വൃന്ദാവനവുമാക്കി ആ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഭഗവാൻ എല്ലായിടത്തും ഒരേപോലെ ഉണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ.